ഏതെങ്കിലും പൗരാണികരായ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്നുള്ള ഹദീസിന് ഈ ആയത്തെതിരാണ്? ഇന്തത്തബിയുന ഇല്ലാ റജുലൻ മസ്ഊറ എന്ന് പറഞ്ഞ റസൂലുള്ള ജീവിതകാലം മുഴുവൻ സിഹ്ർ ബാധിച്ച ആളായിരുന്നു. നബി പറഞ്ഞിട്ടുള്ള ഖുർആൻ മുഴുവൻ സിഹ്റിന്റെ ഫലമാണ്. നബി സംസാരിച്ചിട്ടുള്ള സ്വർഗവും നരകവും, നബി പറഞ്ഞിട്ടുള്ള ശരീഅത്ത് നിയമങ്ങളും ഒക്കെ സിഹ്ർ ബാധയുടെ ഫലമായി പറഞ്ഞതാണ്. നബിയുടെ നുബുവത്തിന്റെ സിഹ്റിന്റെ ഫലമാണ്. ഇതാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ചെറിയ മുണ്ടം തന്നെ 2005 ജനുവരി 21 സിഹ്റും ഹദീസും എന്ന പേരിൽ ഇവരുടെ ഈ വാദത്തിന് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതാ കേട്ടോളൂ, ചോദ്യം എങ്ങനെയാണ്. പ്രവാചകന് സിഹ്ർ ബാധിച്ചതായുള്ള ഹദീസ് ബുഖാരിയിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില പ്രസംഗങ്ങളും കേൾക്കാനിടയായി. ഇതിന്റെ വസ്തുത എന്താണ്, വിശദീകരിക്കാമോ? സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നിവയുടെ അവതരണത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ? പി അബ്ദുറഹ്മാൻ വെള്ളയിൽ സിഹ്റിനെ സംബന്ധിച്ച് ഉത്തരം പറയാണ്. സിഹ്റിനെ സംബന്ധിച്ച് ഹദീസിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട്. എന്നിട്ട് മൂസാ നബിക്ക് വടികളും കയറുകളും ഇട്ടപ്പോ അദ്ദേഹത്തിന് തോന്നിയല്ലോ വടികളും കയറുകളും ഇളകുന്നു. അവിടെ ഉപയോഗിച്ചത് യുഖയ്യലു ഇലൈഹിം മിൻ സിഹ്രിഹിം, അവരുടെ സിഹ്ർ കാരണത്താൽ മൂസാ നബിക്ക് തോന്നി. അപ്പൊ മൂസാ നബിക്ക് അവരുടെ സിഹ്ർ ബാധിച്ചു എന്ന തെളിവൊക്കെ അദ്ദേഹം എടുത്തു പറയാണ്. എന്നിട്ട് അദ്ദേഹം അതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, ബുഖാരിയുടെ ഹദീസ് വ്യാഖ്യാനങ്ങളോ പരിഭാഷകളോ മുഖേന ചോദ്യകർത്താവിന് കൂടുതൽ പഠന വിധേയമാക്കാവുന്നതാണ്. സിഹിർ നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൽക്കാലികമായി യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നുകൾ ഉണ്ടായി എന്നാണ് ആ ഹദീസിലുള്ളത്. പ്രവാചകൻ സിഹിർ ബാധിച്ച ഒരു വ്യക്തിയായിരുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് വഹയി അഥവാ ദിവ്യബോധനം ലഭിക്കുന്നതായി അവകാശപ്പെട്ടതെന്നും വിമർശകർ ആരോപിച്ചിരുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ 4-5 ആയത്തുകളെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ആയത്താണ് ഈ ചങ്ങായി ഓതിയത്. ബുഖാരിയിലെ ഹദീസ് ശരിയാണെങ്കിൽ വിമർശകരുടെ ആരോപണം ന്യായമാണെന്ന് വരുമെന്നാണ് ആ ഹദീസിന്റെ പ്രാമാണികതയിൽ സംശയം പ്രകടിപ്പിക്കുന്ന ചിലർ പറയുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ കേട്ടത്. അപ്പൊ ഇവർ ശബാബിനാപ്പി മറുപടി നോക്കാം, നമ്മക്കല്ല, ഒക്കെ ശബാബിനുള്ള മറുപടിയാ. എന്നാൽ കേട്ടോളൂ, എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാം സിഹ്ർ ബാധിതനാണെന്ന് ഫിറൗൻ ആരോപിച്ച കാര്യം എടുത്തു പറഞ്ഞ ഖുർആനിൽ തന്നെ മൂസാ നബിക്ക് ജാലവിദ്യക്കാരെ സിഹ്ർ നിമിത്തം മിഥ്യാദർശനമുണ്ടായ കാര്യവും സുവ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യം വന്നില്ലേ? മൂസാ നബി മസ്ഹൂറാണെന്ന് ഫിറൗൻ ആരോപിച്ചു, അത് ഖുർആനിലുണ്ട്. അതേ മൂസാ നബിക്ക് സിഹ്ർ ബാധിച്ചു എന്നും ഖുർആനിലുണ്ട്. അപ്പൊ ഫിറൗന്റെ വാദം എന്തായി, അംഗീകരിക്കലായില്ലേ? അതാ ചോദിക്കുന്നത്. ഒരു പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന മുഴുവൻ ആശയാദർശങ്ങളും ആരുടെയോ സിഹ്ർ ബാധിച്ചതിന്റെ ഫലമായി ഉണ്ടായ മനോവൈകല്യത്തിന്റെ ഫലമാണെന്ന് പറയുന്നതും പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ സിഹ്ർ ബാധ നിമിത്തം മിഥ്യാദർശനമോ അയഥാർത്ഥമായ തോന്നലോ ഉണ്ടായി എന്ന് പറയുന്നതും തമ്മിൽ അന്തരമുണ്ട്. കൂടുതൽ സൂക്ഷ്മജ്ഞാനം അല്ലാഹുവിനാണുള്ളത്. രണ്ടും തമ്മിൽ ബന്ധമല്ല. ഇന്തത്തബിയുന ഇല്ലാ റജുലൻ മസ്ഊറ എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ നബി സിഹ്ർ ബാധിതനായി ജീവിച്ചു എന്നാണ്. ഇവിടെ പറയുന്നത് കുറച്ച് ദിവസങ്ങളിൽ റസൂലുള്ളാഹിക്ക് സിഹ്ർ ബാധിച്ചു എന്നാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ആ ഹദീസിന്റെ പ്രാമാണികത ഒറ്റ തട്ടല്ലവൻ തട്ടിയത് ഹിശാമിന്റെ നബി എന്ന റാവിണ്ട് എന്നാണ് ഈ സുല്ലമി പണ്ട് വാദിച്ചത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജമിയത്തുൽ ഉലമയിൽ ഒരു ചർച്ച നടന്നു. അന്ന് ഇയാൾ പ്രബന്ധം എഴുതിയിട്ട് ഇയാളെ അമ്മാവൻ ഇബ്രാഹിം മോനിന്റെ കൊടുത്തയച്ചു. എന്നിട്ട് ഇയാള് പോയി ഇബ്രാഹിം മോനി വായിച്ചു. അപ്പൊ ഹിശാമിൻ എന്ന റാവി, അതിൽ ദുർബലനായ റാവി ഉണ്ട് എന്ന് ഹിശാമിനെ സംബന്ധിച്ച് വായിച്ചു. അധ്യക്ഷ സ്ഥാനത്തിരുന്ന AP മേശപ്പുറത്ത് തഹ്ദീബും എടുത്തു. ഇബ്നു ഹജറിന്റെ തഹ്ദീബ് എന്നാ ഇയാൾ ഉദ്ധരിച്ചത്. വാലും തലയും മുറിച്ചിട്ട് അപ്പുറം ഇപ്പുറം വായിച്ചെടുത്തു. എന്നിട്ട് മേശപ്പ കിട്ടുകൊടുത്തു. ഇങ്ങനെയാണോ കിതാബ് ഉദ്ധരിക്കാൻ പഠിച്ചത്? AP ശിഷ്യനായി ഇയാൾ, AP സ്കൂൾ പഠിപ്പിച്ചത് ഇയാള് കണ്ടോ. AP പറഞ്ഞു ഇങ്ങനെയാണോ കിതാബ് ഉദ്ധരിക്കല് എന്ന് ചോദിച്ചിട്ട് AP വളരെ ഗൗരവത്തിൽ ഇത് വലിയ അന്യായമാണ്, പണ്ഡിതന്മാരെ കിതാബ് ഉദ്ധരിക്കും അങ്ങനെ മുറിച്ചുദ്ധരിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇയാൾ പ്രസംഗിച്ചെടുക്കണം എന്താ, ആകപ്പാടെ സിഹ്ർ ഫലിക്കുന്നുള്ളത് ഐതിഹ്യങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അയാൾ കോഴിക്കോട് പ്രസംഗിച്ചു. അപ്പൊ ജമിയത്തുൽ ഉലമ കൂടി സിഹ്ർ ഫലിക്കൂലാൻ തീരുമാനിച്ചു. പാച്ചാന്നോണയാണ് ഇയാൾ പറയുന്നത്. ഞാനതിൽ പങ്കെടുത്ത ആളാ. ഐതിഹ്യം തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇയാൾ പ്രബന്ധം കൊടുത്ത് മുങ്ങി മറുപടി പറയാൻ കഴിയാഞ്ഞിട്ട് അതാ സംഭവിച്ചത്. അവസാനം ഇബ്രാഹിം മോനി പറഞ്ഞു വേറൊരാളെ ഇനി ഞാൻ വായിക്കൂല പറയാ. അതാ അന്ന് സംഭവിച്ചത്. അബ്ദുറഹ്മാൻ സലഫി ഇയാളെ ഖണ്ഡിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇയാളെ കിതാബിൽ നടത്തിയ കൃത്യമായി AP പിടികൂടുകയും ചെയ്യും. ഇനി ഹദീസിനെ പറ്റി ശബാബ് പറയുന്നത് കേട്ടോളിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തന്മാരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റു സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാനിടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. 2005 ജനുവരി 21 ശബാബ്
തിരുത്തിയിട്ടുണ്ടോ? ഇന്നും അതാ മടവൂരികളെ നേരെ പല്ലിണിച്ചുകൊണ്ട് മസ്ജിദുൽ അൻസാറിന്റെ മുമ്പിൽ ആ ബോർഡ് നിൽക്കുന്നു. ഇതങ്ങനെ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രസംഗിക്കാൻ വന്നവൻ കണ്ടില്ലേ, സംഘടിപ്പിച്ചവര് കണ്ടില്ലേ, എന്തേ മാനമര്യാദയ്ക്ക് മറുപടി പറയാതിരുന്നത്? ഖുർആാനിനെതിരാണെന്ന് ഖുർആാന് പരിഭാഷയിലെ ചെറിയ മുണ്ടത്തിന് തിരിഞ്ഞില്ല. അഫ്ദലും കൂടി പാസ്സാകാത്തവനാ തിരിഞ്ഞത്, ആലിമില്ലല്ലാമക്ക്. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇപ്പോ വലിയ കാര്യമായിട്ട് പറയുന്നത്. ഖുർആാനിനെതിരാണ്, ഞങ്ങൾ തട്ടുന്നു. എന്താ തട്ടല്? ഇനി സുല്ലമി തട്ടണം കേട്ടോളി, ഒന്ന് തട്ടോടിക്ക്. രാവിലെ 7 കാരക്ക ഭക്ഷിച്ചാൽ സിഹ്ർ വലിക്കില്ലെന്ന് മുഹമ്മദ് നബി പറഞ്ഞതായി ബുഖാരിയിലുണ്ടല്ലോ. അതിനപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ അപ്പൊ പ്രശ്നം തോന്നും ചെയ്തില്ല. അങ്ങനെ മുഹമ്മദ് നബിക്ക് സിഹ്ർ വലിച്ചു നടക്കുന്നതാണ്, നബിക്കത് അറിയില്ലയോ? അത് അങ്ങോട്ടാ ചോദിച്ചാൽ ചെയ്ത്. എന്താ സുല്ലമീൻ കാട്ടാളം വരിച്ചിരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ പൊതുജനങ്ങളെ മുമ്പിലിട്ട് പുച്ഛിച്ച് ചിരിക്കുന്ന ഈ സുല്ലമി അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. എവിടുന്ന് കിട്ടിയതാ ഈ സംസ്കാരം? ബുഖാരിയും ഈ റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ പുച്ഛിക്കുന്നത്. 7 അജ്വ കാരക്ക തിന്നാൽ അയാൾക്ക് ആ ദിവസം വിഷമോ സിഹിറോ ബാധിക്കയില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ്. അജ്വ എന്നെ ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾ കുഴിച്ചുരട്ടിയ കാരക്ക, ഉരുളയാക്കിയ കാരക്ക. കാരണം മദീനപ്പെടുത്താനുള്ള പോയത്. എന്നാ ആരോടെങ്കിലും അറിയണോട് ചോദിച്ചൂടെ? ഇയാളെ കഥ അതാണ്, ഒന്നും അറിഞ്ഞൂടെ. എന്നിട്ട് വലിയ അറിവാണെന്നാന്ന് വെച്ചിട്ട് ഇങ്ങനെ മുഹദ്ദിസായി ചമഞ്ഞ് നടക്കുക. ഈ ഹദീസ് 2 ഹദീസ് ഒപ്പം തട്ടി. റസൂലുള്ളാഹിക്ക് സീർ ബാധിച്ച ഹദീസും തള്ളി, അജ്വ കാരക്ക തിന്നാ സീർ വലിക്കൂല എന്ന ഹദീസും ഒപ്പം ഒരു തട്ട്. കണ്ടങ്ങള് ഇങ്ങനൊരു സാധാരണക്കാരെ മുമ്പിലിട്ട് പുച്ഛിച്ച് സംസാരിക്കുക. സഹീഹുൽ ബുഖാരിയെ പേളാ പുച്ഛിച്ചത് കണ്ടോ? എന്നിട്ട് ഇയാൾ ചോദിക്കാം, ഞാൻ ഹദീസ് നിഷേധിച്ചണോ? ഇങ്ങനെ നിഷേധിക്കല്? എത്ര ഹദീസ് നിഷേധിച്ചാലും നിഷേധിയാകുക? ഇപ്പൊ ഖുർആൻ നിഷേധിയാകണമെങ്കിൽ എത്ര ആയത്ത് നിഷേധിക്കണം? ഒരു 10 ആയത്ത് നിഷേധിച്ചാകുമോ? ആവൂല. 15 ആകുമോ? ആവൂല. 6000 ചെല്ലാൻ ആയത്തില്ല. അപ്പൊ ഒരു 600 ചുരുങ്ങിയത് വേണം അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? സുല്ലമീൻ എവിടെ? ഞാൻ 60 ഹദീസ് നിഷേധിച്ചത്രേ. 60 ഹദീസ് ഞാൻ ലൈഫ് ആക്കിയിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോന്നാ ഇയാൾ ചോദിച്ചത്. അപ്പൊ സഹീഹുൽ ബുഖാരിയെ